ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി സമ്മാനം നേടിയ തട്ടിപ്പിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. തിരുവനന്തപുരം മലയൻകീഴ് ചന്തയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന മാങ്കുന്നം ഏജൻസീസിന്റെ ഉടമയാണ് നിലവിലിപ്പോൾ ഇത്തരമൊരു പരാതിയുമായി പോലീസിനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങളും വ്യാജ ലോട്ടറി ടിക്കറ്റുമെല്ലാം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു 7 മണി സമയത്താണ്. ഒരു അജ്ഞാതൻ ബൈക്കുമായി മലയൻകീഴ് ചന്തയ്ക്ക് സമീപമുള്ള ഈ ലോട്ടറി ഏജൻസി കടയുടെ തൊട്ടടുത്തായി വരുന്നു. ശേഷം കുറച്ചു മാറി ബൈക്ക് പാർക്ക് ചെയ്ത ഈ കടയിലേക്ക് എത്തുകയായിരുന്നു. പിന്നാലെ 5000 രൂപ സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ടിക്കറ്റ് കൈമാറുന്നു. ഇത് പരിശോധിച്ചതിനു ശേഷം സ്വാഭാവികമായും ഈ 5000 രൂപ കൊടുക്കുന്നു. അതിൽ നിന്ന് 500 രൂപ കൊടുത്ത് ബുധനാഴ്ചത്തേക്കുള്ള 10 ടിക്കറ്റും വാങ്ങി 4500 രൂപയും എടുത്താണ് ഈ അജ്ഞാതൻ പിന്നീട് തിരിച്ചു പോകുന്നത്. പക്ഷെ അന്ന് രാത്രി ഈ ലോട്ടറി കടയിൽ നിന്നും കണക്കുകളെല്ലാം പരിശോധിച്ചപ്പോഴാണ് തങ്ങളെ കബളിപ്പിച്ചു എന്ന വിവരം ഇവർക്ക് മനസ്സിലാകുന്നത്. പിന്നാലെ ഈ ലോട്ടറി ടിക്കറ്റ് പരിശോധിക്കുകയും അത് അസൽ കളർ പ്രിന്റ് കോപ്പിയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഏജൻസി ഉടമ പോലീസിൽ പരാതി നൽകുന്നത്. പോലീസിന് CCTV ദൃശ്യങ്ങളും ഈ ലോട്ടറി ടിക്കറ്റും എല്ലാം തന്നെ കൈമാറുകയും ചെയ്തിരുന്നു. CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ അജ്ഞാതനെ കുറിച്ചുള്ള അന്വേഷണം ഏതായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു കടയിൽ നിന്ന് മാത്രമല്ല ഇയാൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയതെന്നുള്ളതാണ്. ഇങ്ങനെ വിവിധ ലോട്ടറി കടകളിൽ പോയി 5000ഉം 500ഉം തട്ടുന്നതാണ് ഇയാളുടെ പ്രധാന രീതി എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ. എല്ലാ ഇടങ്ങളിലും എത്തി പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമവും ഊർജിതമായി തുടരുകയാണ്. ഒരു സ്ഥലത്ത് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ടുള്ള തട്ടിപ്പായതുകൊണ്ട് തന്നെ വ്യാപകമായൊരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.